പണ്ടൊക്കെ എല്ലാ വീടിൻ്റെയും മുൻവശത്ത് കാണുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു തുളസിത്തറ. അപ്പോൾ തുളസിത്തറയിൽ തുളസിയൊക്കെ നട്ടുപിടിപ്പിച്ച് അതേപോലെ തന്നെ ആ തുളസിക്ക് രാവിലെയും വൈകുന്നേരവും വെള്ളമൊക്കെ നനച്ച് സന്ധ്യ സമയമാകുമ്പോഴത്തേക്കും തുളസിത്തറയിൽ വിളക്കൊക്കെ കൊളുത്തി അങ്ങനെ അതൊരു പ്രത്യേക ഒരു ഐശ്വര്യമാണ് അത് കാണാൻ തന്നെ അല്ലേ. അപ്പോൾ ഇന്ന് പല വീടുകളിലും അങ്ങനെ തുളസിത്തറയൊന്നും കാണാനില്ല. എന്നിരുന്നാൽ പോലും നമ്മുടെ മുറ്റത്ത് തുളസിയെങ്കിലും നമ്മൾ നട്ട് പിടിപ്പിച്ച് പരിപാലിക്കണം. അപ്പോൾ അതിൻ്റെ ഗുണങ്ങൾ എന്തെല്ലാമാണ്, തുളസി നമ്മുടെ കുടുംബത്തുണ്ടാകുന്നത് കൊണ്ട് നമ്മുടെ കുടുംബത്ത് വരുന്ന മാറ്റങ്ങൾ എന്തെല്ലാമാണ് എന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ വീടിൻ്റെ മുൻവശത്ത് ഏകദേശം ഗ്രഹമധ്യത്തിലായിട്ട് വേണം ഈ ഒരു തുളസിത്തറ ഉണ്ടാക്കുവാണെങ്കിൽ ഉണ്ടാക്കാനായിട്ട്. ഒരു 7.5 അടിയൊക്കെ വിട്ട് വേണം തുളസിത്തറ ഉണ്ടാക്കാനായിട്ട്. അത് കിഴക്ക് വശത്തേക്ക് മുഖം വരുന്ന രീതിയിൽ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യുത്തമം എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ നമ്മുടെ വീടിന്റെ തറയില്ലേ, അതിനേക്കാളും താഴ്ന്ന ഒരിക്കലും തുളസിത്തറ ഉണ്ടാക്കരുത്. കുറച്ചും കൂടെ പൊക്കമുള്ളതായിരിക്കണം എപ്പോഴും തുളസിത്തറ. അതിനെ നിത്യവും പരിപാലിക്കണം. അശുദ്ധമായിട്ട് അതിനെ തൊടാനോ എടുക്കാനോ ഒന്നും പാടില്ല. തുളസിയെ ഏറ്റവും ശുദ്ധതയോടുകൂടി വേണം നമ്മൾ പരിപാലിക്കാനായിട്ട്. അതുപോലെ തന്നെ സന്ധ്യ സമയങ്ങളിലോ ഏകാദശി ദിവസങ്ങളിലോ ഒന്നും നമ്മൾ ഈ ഒരു തുളസി പറിക്കാനോ ഒന്നും പാടില്ല. അത് മാത്രമല്ല, ബ്രഹ്മമുഹൂർത്തത്തിൽ തുളസിയെ പ്രദക്ഷിണം വെക്കുന്നത് വളരെ ഉത്തമമാണ് എന്നാണ് പറയുന്നത്. പോലെ സന്ധ്യ സമയത്ത് തുളസിത്തറയിൽ തിരിവെച്ച് ആരാധിക്കുകയും ചെയ്യണം. അതും അത്യുത്തമമായിട്ടുള്ള ഒരു കാര്യമാണ്. ഈശ്വരാംശവും ഔഷധമൂല്യങ്ങളും ഒത്തുചേർന്നതാണ് തുളസി. അപ്പോൾ നമുക്കറിയാം പല ഔഷധങ്ങൾക്കും വേണ്ടിയിട്ട് തുളസി നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ തുളസി ഓർത്ത് നോക്കിക്കുക, നമ്മുടെ ക്ഷേത്രത്തിൽ തുളസി ഇല്ലാതെ ഒരു പൂജ നടക്കുന്നുണ്ടോ? അപ്പം തുളസി എന്ന് പറയുന്നത് മഹാലക്ഷ്മിയാണ്. ആ മഹാലക്ഷ്മിയുടെ ചൈതന്യമുള്ള തുളസി കൊണ്ടാണ് നമ്മൾ അമ്പലത്തിലൊക്കെ ക്ഷേത്രങ്ങളിലൊക്കെ പൂജ നടത്തുന്നത്. അതുപോലെ തന്നെ ഒത്തിരി ഔഷധ ഗുണമുള്ള ഒരു കാര്യം കൂടിയാണ് ഈ തുളസി എന്ന് പറയുന്നത്. ആരുടെ വീട്ടുവളപ്പിലാണോ തുളസി ധാരാളമായി വളരുന്നത് അവിടെ യമദൂതന്മാർ അടുക്കുകയില്ലെന്നും തുളസിമാല ധരിച്ചവരെ നശിപ്പിക്കുവാൻ യമദൂതന്മാർ ധൈര്യപ്പെടുകയില്ലെന്നും ഗരുഡപുരാണം വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഓർത്ത് നോക്കിക്കേ, തുളസിയുടെ ഗുണം അപ്പോൾ എത്രമാത്രം ആയിരിക്കും എന്ന് ഓർത്ത് നോക്കിക്കേ. പൂജാപുഷ്പവേളകളിൽ ഏറ്റവും ശ്രേഷ്ഠമായതാണ് തുളസി. മഹാവിഷ്ണുവിന്റെ പത്നിയായ ലക്ഷ്മി ദേവിയാണ് തുളസി. ഇതേക്കുറിച്ച് ദേവി ഭാഗവതത്തിൽ പറയുന്നുണ്ട്. അപ്പം അത് ഞാൻ ചെറുതായിട്ടൊന്ന് പറയാം. സരസ്വതിയും ഗംഗയും ലക്ഷ്മിയും ആദ്യകാലത്ത് വിഷ്ണുവിന്റെ പത്നിമാരായിരുന്നു. ഇവർ 4 പേരും കൂടി ഇങ്ങനെ സല്ലാപത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആ ഒരു അവസരത്തില് ഗംഗാദേവി കാമാർത്തിയായി വിഷ്ണുദേവന്റെ മുഖത്തേക്ക് നോക്കി മന്ദഹസിച്ചു. ഇത് കണ്ട സരസ്വതിയും ലക്ഷ്മിയും ദേഷ്യം വന്നു, കോപാകുലരായി. ഗംഗയും സരസ്വതിയും പരസ്പരം ശാപവചനങ്ങൾ ചൊരിയാനായിട്ട് തുടങ്ങി. ഇടയിൽ കയറി ഇടപെട്ട ലക്ഷ്മിയെ ഭൂമിയിൽ ഒരു ചെടിയായി ജനിക്കട്ടെ എന്ന് ഈ സരസ്വതി അങ്ങോട്ട് ശപിച്ചു. ഇത് കേട്ട ഗംഗാദേവി സരസ്വതി ദേവിയെയും ഒരു നദിയായി ഭൂമിയിൽ ഒഴുകട്ടെ എന്ന് സരസ്വതിയും ശപിച്ചു. അങ്ങനെ ശാപവചനം ചൊല്ലി അവരും ഒരു നദിയായി. ബഹളമെല്ലാം ശമിച്ചപ്പോഴത്തേക്കും വിഷ്ണുദേവൻ വിഷണ്ണനായ ലക്ഷ്മി ദേവി അരികിൽ ഇങ്ങനെ വിളിച്ചു. അപ്പോൾ വന്നിട്ട് പറഞ്ഞു, അല്ലയോ ദേവി, നീ 3 ലോകങ്ങളെയും പരിശുദ്ധമാക്കുന്ന ചെടിയായി തുളസിയായി തീരും. ശാപമോക്ഷങ്ങളിലൂടെ വൈകാതെ ഇവിടെ നീ തിരിച്ചു വരികയും ചെയ്യുമെന്ന് വിഷ്ണു ഭഗവാൻ പറഞ്ഞു. തുല ഇല്ലാത്തവൾ എന്ന അർത്ഥത്തിലാണ് തുളസി എന്ന നാമം ഉണ്ടായത്. തുല എന്ന് പറഞ്ഞാൽ ഉപമയില്ലാത്തവൾ എന്ന അർത്ഥത്തിലാണ് തുളസി എന്ന നാമം ഉണ്ടായത് എന്നാണ് പറയുന്നത്. തുളസി ചെടികളിൽ ശ്രേഷ്ഠയായും വിഷ്ണു പ്രിയയായും തീരുന്നതാണ്. നിന്നെ കൂടാതെയുള്ള പൂജകളെല്ലാം വിഫലങ്ങളായിരിക്കും എന്ന് ബ്രഹ്മാവ് അറിയതായിട്ടും ഈ പുരാണങ്ങൾ പ്രതിപാദിക്കുന്നുണ്ട്. ഇങ്ങനെ 2 കഥകളുണ്ട് നമ്മുടെ തുളസിക്ക്. അപ്പോൾ ഇത്രയും ഗുണങ്ങളുള്ള ഈ ഒരു തുളസിയുടെ ഔഷധ മൂല്യങ്ങളെ കുറിച്ചുള്ള അതുപോലെ തന്നെ തുളസിയുടെ ആ മാഹാത്മ്യം നമുക്ക് വർണ്ണിക്കാൻ കഴിയാത്തതാണ്. അത്രയ്ക്ക് ഗുണങ്ങളുള്ള ഒരു സംഭവമാണ് തുളസി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പ്രാണോർജം ധാരാളമായി പ്രവഹിക്കുന്ന ഈ തുളസി ഒരു അണുസംഹാരി കൂടിയാണ്. അതായത് ഞാൻ പറഞ്ഞില്ല, രോഗത്തിനൊക്കെ ചികിത്സിക്കാനായിട്ട് ഈ തുളസി ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മുറ്റത്ത് നട്ടു വളർത്തിയിട്ടുണ്ടെങ്കിൽ ആ ചീത്തയായിട്ട് വരുന്ന അന്തരീക്ഷത്തിൽ വരുന്ന ആ ഒരു അണുവിനെയെല്ലാം നശിപ്പിച്ച് കളയാനായിട്ടുള്ള കഴിവ് നമ്മുടെ തുളസിക്കുണ്ട്. അപ്പോൾ ഈ കുട്ടികളൊക്കെ ഉള്ള വീടുകളാണെന്നുണ്ടെങ്കിൽ മുറ്റത്തൊക്കെ ആ ഒരു പോസിറ്റീവ് എനർജി നിലനിർത്താനായിട്ട് ഈ അണുക്കളെയൊക്കെ ശുദ്ധീകരിച്ച് നമ്മുടെ മുറ്റവും പരിസരവും ഒക്കെ ഏറ്റവും ശുദ്ധിയോടുകൂടിയും അണുവിമുക്തമാക്കി നിലനിർത്താനായിട്ട് നമ്മൾ ഈ തുളസിയൊക്കെ വച്ചു പിടിപ്പിക്കുന്നത് വളരെ നല്ലതാണ്.
അപ്പം ഓർത്ത് നോക്കിക്കുക എന്തെല്ലാം കാര്യങ്ങൾക്കാണ് തുളസി ഉപയോഗിക്കുന്നത്. തുളസി എന്ന് പറയുന്നത് തുളസിത്തറയിൽ നമ്മൾ തുളസി നട്ടുപിടിപ്പിച്ച് നനച്ച് അത് പരിപാലിക്കുന്നതിലൂടെ നമ്മുടെ കുടുംബത്ത് ഐശ്വര്യം വന്നു ചേരും. അതേപോലെ തന്നെ നമ്മൾ തുളസി നട്ടുപിടിപ്പിക്കുന്നതിലൂടെ നമ്മുടെ കുടുംബത്ത് അണുവിമുക്തമായിട്ട് നമ്മുടെ വീടും പരിസരവും ഒക്കെ എപ്പോഴും ശുചിയായിട്ട് കിടക്കാനായിട്ട് സഹായിക്കും. അതേപോലെ ധാരാളം ഔഷധ ഗുണങ്ങളുള്ള നമ്മുടെ ക്ഷേത്രങ്ങളിലേക്ക് എപ്പോഴും പൂജയ്ക്കും വഴിപാടിനൊക്കെ എടുക്കുന്ന ആ തുളസി നമ്മുടെ തിരുമുറ്റത്തുണ്ടാകുക എന്ന് പറയുന്നത് വളരെ വളരെ ഭാഗ്യം ചെയ്ത ഒരു കാര്യമാണ്. അപ്പോൾ എല്ലാവരും തുളസി ചെടിയൊക്കെ വീടിൻ്റെ മുറ്റത്തൊക്കെ നട്ടുപിടിപ്പിച്ച് അതിൽ നിത്യവും വെള്ളമൊക്കെ ഒഴിച്ച് ആ ഒരു തുളസി ചെടീനെ ഏറ്റവും സന്തോഷത്തോടു കൂടിയും സ്നേഹത്തോടു കൂടിയൊക്കെ പരിപാലിച്ച് നമ്മുടെ മുറ്റത്ത് നട്ടു വളർത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഒത്തിരി ആളുകളുടെയൊക്കെ മുറ്റത്ത് ഈ തുളസി ചെടി ഉണ്ടാവും. ഇല്ലാത്ത ആളുകളാണെങ്കിൽ ഇന്ന് തന്നെ ഒരു തുളസിയുടെ ചെറിയൊരു തൈ കൊണ്ടുവന്ന് നിങ്ങളുടെ മുറ്റത്ത് നടുക. ഒരു തൈ നട്ടാൽ മതി, അതിൽ നിന്ന് ധാരാളം തൈകൾ പതിയെ പതിയെ നമ്മുടെ മുറ്റത്തെല്ലാം ഉണ്ടായിക്കോളും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. വളരെ നല്ലതാണ്. നമ്മുടെ ആചാരമനുസരിച്ച് നട്ടില്ല എങ്കിലും അണുവിമുക്തമാക്കാനാണെങ്കിൽ പോലും തുളസി നല്ലതാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരമായിട്ടുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ എല്ലാ ഭക്തരുടെ കൂടെയും ഈശ്വര ചൈതന്യം എല്ലാ സമയങ്ങളിലും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഏറ്റവും അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.